എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ജൂൺ 4 എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ തന്നെ ഒരു എന്താ പറയുക വലിയൊരു റിസൾട്ട് വരുന്ന ദിവസം തന്നെയാണ്. സോ ഇപ്പോൾ ഉള്ള കണക്കനുസരിച്ച് ആര് ജയിക്കുമെന്ന് നമുക്ക് എക്സിറ്റ് പോളുകൾ പലതും പല എക്സിറ്റ് പോളും പല റിസൾട്ടാണ് പറയുന്നത്. പക്ഷേ ഓവറോൾ നമ്മൾ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട് ഒരു നേരിയതല്ല നല്ലൊരു മാർജിനിൽ കൂടുതൽ നിൽക്കുന്നത് BJP തന്നെയാണ്. ഇന്ത്യ സഖ്യത്തിൽ ശരിക്കും പറഞ്ഞാൽ 150, പലരും പറയുന്നത് 150 പറയുന്നുണ്ട്, 50 തൊട്ടോടെ പറയുന്നത്. അപ്പം 3 അക്കം കടക്കുമെന്നൊരു വലിയ ചോദ്യം അവർക്കുണ്ട്. ഇവിടെ BJP പറഞ്ഞുകൊണ്ടിരുന്ന 400 കടക്കുന്ന 400 ബാർ കടക്കുമെന്ന് പറഞ്ഞ വലിയൊരു സംഖ്യ ഒരു സർവേയിലും വന്നിട്ടില്ല. സോ നമുക്ക് ഓവറോൾ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ തുടങ്ങാം. ഇപ്പം കേരളത്തിൽ 14 ജില്ലകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20 സീറ്റുണ്ട് ലോക്സഭയിൽ. സോ അതെല്ലാം കൂടെ ചേർത്തിട്ട് കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റിനും ബാക്കിയെല്ലാം കോൺഗ്രസ് ആണ് കൊണ്ടുപോയത്. ഇത്തവണത്തെ കണക്ക് ശരിക്കും നമ്മളൊരു ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് BJP തുറക്കാൻ സാധ്യതയുണ്ട്. അത് തൃശ്ശൂരിലാണ്. കാരണം BJP സപ്പോർട്ട് ചെയ്യാത്ത മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ, മറ്റ് പാർട്ടിയിലുള്ള ആൾക്കാർ സുരേഷ് ഗോപി വോട്ട് ചെയ്യും. ബിയോണ്ട് പാർട്ടി സുരേഷ് ഗോപി വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ആ ഒരു വഴിക്ക് BJP ഒരു അക്കൗണ്ട് തുറക്കാൻ ചാൻസ് ഉണ്ട് കേരളത്തിൽ ഒരെണ്ണം എന്നാണ് തോന്നുന്നത്. പിന്നെ ട്രിവാൻഡ്രം സമയത്തോളം ശശി തരൂർ എന്നൊരു ഫാക്ടർ ഉണ്ട്. അത് എന്തായാലും അവിടെ നിൽക്കും. പിന്നെ ഉള്ളത് വെച്ചാൽ ഒപ്പോസിഷൻ ഉള്ളത് പന്ന്യൻ രവീന്ദ്രൻ സാറും രാജീവ് ചന്ദ്രശേഖർ സാറുമാണ്. ഇവർ രണ്ടുപേരുടെ പ്രശ്നം എന്ന് പറയുന്നത് പന്ന്യൻ രവീന്ദ്രൻ സാർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്നുള്ള ഒരു സാഹചര്യം വെച്ചായിരിക്കും രാജീവ് ചന്ദ്രശേഖരന്റെ വിജയവും തോൽവിയും. അതെല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. അത് ഇത്തവണ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് 4 തീയതി ശരിക്കും ഒരു വിശകലനം ചെയ്യാൻ പറ്റും. സോ കേരളത്തിന്റെ ആകെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-14 സംതിങ് കോൺഗ്രസിനും 2, 3, 4 സീറ്റ് LDFനും ബാക്കി 1, 2 സീറ്റ് 2 സീറ്റ് ഞാൻ പറയുന്നത് ചിലപ്പം ഞാൻ ആദ്യം പറഞ്ഞ കണക്കാരെ ചിലപ്പോൾ സാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു അട്ടിമറി എന്ന് ഉദ്ദേശിക്കുന്നത് 1 ആലപ്പുഴ, 2 ആറ്റിങ്ങലിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഞാൻ പറയുന്നില്ല. അത് നമുക്ക് റിസൾട്ട് വരുമ്പോൾ നല്ല രീതിയിൽ കുറിച്ച് പറയാം. ഞാനൊരു ആറ്റിങ്ങലിലാണ്, ഞാൻ വോട്ട് ചെയ്തത് ആറ്റിങ്ങലിലാണ്. സോ റിസൾട്ട് വരുന്ന സമയത്ത് പറയുന്നതായിരിക്കും അതിന്റെ ഒരു വ്യക്തത കിട്ടുന്നത്. സോ ആറ്റിങ്ങൽ സമയത്തോളം LDF വരാനാണ് ചാൻസ്. ഇപ്പോൾ ഉള്ള ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പറയുകയാണ്. മുരളീധരൻ വരണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹത്തിന് വിദേശകാര്യ മന്ത്രിയായിട്ടൊക്കെ ഒരുപാട് അനുഭവമുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് TMK ഭരിക്കുന്ന ഭാവമാണ്. നമുക്കറിയാം ഒരു എന്താ പറയുക, ഒരു ദ്രാവിഡ ഘടകത്തിന്റെ അവരുടെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യസ്തമായുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് എത്തോളം സീറ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. പക്ഷേ അണ്ണാമല എന്നൊരു വലിയൊരു ഫാക്ടോടെ ഉണ്ട്. പക്ഷെ അത് വോട്ടായിട്ട് മാറണമെങ്കിൽ അതൊരു നിസ്സാര കാര്യമല്ല. അത് ജനങ്ങളിലേക്ക് എത്തണം. ഒരു ഭൂരിഭാഗം വരുന്ന ജനങ്ങളിൽ എത്തിയിട്ട് വോട്ടായി മാറിയാൽ മാത്രമേ അതൊരു കാര്യമുള്ളൂ. അണ്ണാമല സാറിന് നല്ല സപ്പോർട്ടുണ്ട്. IPS ആണെന്ന രീതിയിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാ രീതിയിലും ആൾക്കാരുടെ ഇടയിൽ, യൂത്തുകളുടെ ഇടയിൽ നല്ല ഒരു സപ്പോർട്ടുണ്ട് അണ്ണാമല IPSന്. സോ ആ ഒരു പേരിൽ കുറച്ച് വോട്ട് എന്തായാലും വീഴും. അത് ശരിക്കും പറഞ്ഞാൽ എത്രത്തോളം സീറ്റായിട്ട് മാറും എന്നുള്ളത് അറിയത്തില്ല. പക്ഷേ ഒരു 10-നകത്ത് സീറ്റ് അവർക്ക് കിട്ടാൻ, ബാക്കിയെല്ലാം DMK ആയിരിക്കും. DMKക്ക് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. അവരുടെ ഒരു ഭാവി എന്ന് പറയുന്നത് തുലാസിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് കർണാടകയിൽ നോക്കിക്കഴിഞ്ഞാൽ DK സർക്കാരിന്റെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷേ ഭരണവിരുദ്ധ വികാരമാണ് ശരിക്കും അവിടെ ഫുൾ ഉള്ളത്. എന്തായാലും ഇത്തവണ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നല്ല രീതിയിൽ സീറ്റ് BJP കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ആന്ധ്ര നോക്കുമ്പം ജഗൻ റെഡ്ഡിനാണ്. സോ ജഗൻ റെഡ്ഡിയെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയത്തില്ല YSR കോൺഗ്രസ് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ചോദ്യചിഹ്നമാണ്. അത് നമുക്ക് റിസൾട്ട് വരാൻ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അത് കണക്ക് തന്നെയാണ് തെലങ്കാനയിൽ നമ്മുടെ കോൺഗ്രസിന്റെ രേവന്ത് റെഡ്ഡിയാണ് ഉള്ളത്. പക്ഷേ ഒപ്പോസിഷൻ ഉള്ളത് KCR ആണുള്ളത്, ചന്ദ്രശേഖർ റാവു. സോ KCRനെ സംബന്ധിച്ചോളം ഇതൊരു വലിയൊരു പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അവിടെയും BJPയുടെ സാന്നിധ്യമുണ്ട്. ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ BJP വരാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയൊക്കെ ഭരിക്കുന്നത് BJP ആണ്. പല വാർഡ് മെമ്പേഴ്സ് ഒക്കെ ഉള്ളത് BJPക്കാണ് അവിടെ. സോ അതുകൊണ്ട് അവിടെ ഒരു വലിയൊരു മത്സരത്തിന് സാധ്യത ഉണ്ടെന്നാണ് ഇപ്പോൾ ഉള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. അത് കഴിഞ്ഞ് നേരെ നോക്കിക്കഴിഞ്ഞാൽ ഒഡീസയിൽ പോകുമ്പം ഒറീസയെ നോക്കുമ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് നവനീത് പട്നായിക് BJP ആയിട്ട് ഒരു കണ്ടീഷൻ അല്ലെങ്കിലും റിസൾട്ട് വരുന്ന രീതിക്കാണ് നിൽക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു BJP സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത. ഇപ്പോൾ YSR റെഡ്ഡി ആണെങ്കിലും ജഗതാണെങ്കിലും BJP സപ്പോർട്ട് ചെയ്യാനാണ് ഇപ്പോൾ ഉള്ളതിലുള്ള ചാൻസ് റിസൾട്ട് വരുന്ന സമയത്ത്. അങ്ങനെ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്.
സ്വീകരിച്ച് പോകുന്നത്. അത് കഴിഞ്ഞ് വെസ്റ്റ് ബംഗാളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മമതാ ബാനർജിയുടെ TMC നമ്മളെ കേരളത്തിലെ കണക്ക് തന്നെയാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ശക്തമായി എതിർക്കുന്ന ഒരു മെജോറിറ്റി ഉള്ള ഒരു ജനങ്ങളായിരിക്കും കേരളത്തിലുള്ളത്. അത് കണക്ക് തന്നെയാണ് അവിടെയും. അവരും TCMC ഒട്ടും അംഗീകരിക്കുന്നില്ല ബേസിക്കലി. അപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി അനുസരിച്ച് നോക്കുമ്പം അത്രയ്ക്ക് അതെല്ലാം വോട്ടായി മാറണം. അങ്ങനെ വോട്ടായി മാറിക്കഴിഞ്ഞാൽ വലിയൊരു അട്ടിമറി വിജയം ശരിക്കും വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇത്തവണ. പിന്നെ അത് കഴിഞ്ഞ് നോർത്ത് ഈസ്റ്റിലോട്ട് വരുമ്പോൾ എല്ലാം BJPക്ക് അനുകൂലമാണ്. ഇവൻ മണിപ്പൂർ വിഷയം എന്നൊക്കെ പറഞ്ഞാൽ മണിപ്പൂർ വിഷയമൊക്കെ പണ്ടേ ഉള്ളതാണ്. ഈ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഒരു പല ബുക്കുകളിലും അത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവൻ നെഹ്റുവിന്റെ ബുക്കിൽ വരെ അതിനകത്ത് അതിന്റെ ഒരു ഗോത്ര വിഭാഗം തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി പറയുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അതൊന്നും BJP എതിർക്കാൻ പറ്റുന്ന തോന്നുകയാണ്. അവിടെ ഉള്ളവർക്ക് അതിനെപ്പറ്റി റിയാലിറ്റി അറിയാം. ബാക്കിയുള്ളവർക്ക് വികസനമാണ് വേണ്ടത്. വികസനം വേണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ BJPയെ സപ്പോർട്ട് ചെയ്തിട്ട കാര്യമുള്ളൂ ഇപ്പോൾ ഉള്ള വെച്ചിട്ട്. ഈ ഒരു ടേമിലാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ യു പി അറിയാലോ. യിൽ പിന്നെ വേറെ സംസാരമില്ല. എനിക്ക് തോന്നുന്നു ഇത്തവണ ഫുള്ള് എടുക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അഖിലേഷൊക്കെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ തവണയൊക്കെ ഒരു സീറ്റൊക്കെയാണ്, 1-2 സീറ്റൊക്കെയാണ് പോയിട്ടുള്ളത്. ഇത്തവണ BJP തിരിച്ചു പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് മുകളിലോട്ട് പോകുമ്പോൾ ഡൽഹിയിലൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം. അവിടെ സ്റ്റേറ്റിന്റെ ഇലക്ഷൻ വരുമ്പോൾ, സ്റ്റേറ്റിന് വേണ്ടി ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി സപ്പോർട്ട് ചെയ്യും. ലോക്സഭ അപ്പം രാജ്യത്തിന്റെ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് മോഡിയെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ്. എന്നുവെച്ചാൽ അവിടെ ജനങ്ങൾക്ക് അറിയാം ആരെ വേണമെന്നുള്ളത് ശരിക്കും. കാരണം ഒരു യൂണിയൻ ടെറിട്ടറി കൂടിയാണ്. ആ ഒരു രീതിയിൽ ജനങ്ങൾ അവിടെ വോട്ട് ചെയ്യുന്ന നല്ല കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞ് താഴെ മധ്യപ്രദേശ് ആയാലും രാജസ്ഥാനും ഗുജറാത്തും, അത് മൂന്നും 100 ഔട്ട് ഓഫ് 100 ആണ്. ഫുള്ള് സീറ്റും കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴെ നോക്കും മഹാരാഷ്ട്ര ശിവസേനയുടെയൊക്കെ ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. ശിവസേനയുടെ ഇഷ്യൂ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത്തവണ എത്രത്തോളം വോട്ട് കിട്ടുമെന്നുള്ളത് നോക്കി കണ്ട് നമുക്ക് അറിയേണ്ടത്. പക്ഷെ അവിടെ വലിയൊരു ഫാക്ടർ ഉള്ളത്, അവിടെ ബുള്ളറ്റ് ട്രെയിനിന്റെ വർക്കുകൾ ഏകദേശം ഇപ്പം 40-50% ആയി. ഇപ്പൊ ബുള്ളറ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞാലുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് അവരുടെ സിറ്റിയൊക്കെ വേറെ രീതിയിലാവും. നമ്മള് ഇപ്പം കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ കൊച്ചിയിൽ മെട്രോ വന്നതിന് ശേഷം അവർക്കുണ്ടായ ഒരു ഡെവലപ്മെന്റ് ഉണ്ട്. കാരണം മെട്രോ വരുമ്പം അവിടെ മെട്രോ ലാഭത്തിലാവാൻ കുറച്ച് വർഷം എടുക്കും. ഒരു മെട്രോയും തുടങ്ങിയ ഉടനെ ലാഭത്തിലാവത്തില്ല. കാരണം അതിൽ ആവശ്യമെന്ന ഇനിഷ്യൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഭയങ്കര ഒരു ഹ്യൂജ് ആയിരിക്കും. പക്ഷെ അത് മൂലം ഉണ്ടാവുന്ന അവിടെ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിന്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം ആണ് ശരിക്കും ഇതിന്റെ ഒരു ഡെവലപ്മെന്റ് എന്നുള്ളത്. അതിനൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ ബുള്ളറ്റ് ട്രെയിൻ. ഇപ്പൊ മുംബൈ ടു ഗുജറാത്ത്, അഹമ്മദാബാദ് വരെ കണക്ട് ചെയ്യുന്ന ഒരു ബുള്ളറ്റ് ട്രെയിനാണ് ഇപ്പൊ വരാൻ പോകുന്നത്. സോ അതിന്റെ ഒരു എഫക്ട്, ആ ഒരു ഡെവലപ്മെന്റ് എഫക്റ്റും ഇത്തവണത്തെ ഇലക്ഷന് വരാൻ ചാൻസ് ഉണ്ട് നല്ല രീതിയിൽ. അത് കഴിഞ്ഞ് പഞ്ചാബിൽ നോക്കുമ്പോൾ അറിയാം, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇപ്പോൾ ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇപ്പം പഞ്ചാബിന് പുറത്ത് അവർ ഒന്നിച്ച് നിൽക്കുകയാണ്, അകത്ത് ഒന്നിച്ച് നിൽക്കുക അല്ലെങ്കിൽ കൂടി അവർ തമ്മിൽ ഒരു സീറ്റിന്റെ ഒരു ഷെയർ ഉണ്ടെന്നൊക്കെയാണ് ഗ്രൗണ്ട് റിയാലിറ്റി പറയുന്നത്. സോ അങ്ങനെ വരികയാണെങ്കിൽ സീറ്റെല്ലാം അവർ രണ്ടുപേരും എടുക്കാനാണ് ചാൻസ്. 1-2 മാക്സിമം BJP കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ അവിടെ നോക്കുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ, താഴെ ഇപ്പോൾ ഉത്തരാഖണ്ഡ് നോക്കുകയാണെങ്കിലും മെജോറിറ്റി BJPയെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചാൻസാണ് ഉള്ളത്. ഹരിയാന ആയാലും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ BJPക്ക് അനുകൂലമാണ്. ഇപ്പം ഓവറാൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം BJPക്ക് കിട്ടിയ ഒരു 373 എന്ന് പറയുന്ന ഒരു നമ്പർ ഇത്തവണ അത് കൂടാനാണ് ചാൻസ്. കാരണം സൗത്തിൽ നല്ല രീതിയിൽ ഇപ്പം കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയായാലും കർണാടക ആയാലും തെലങ്കാന ആയാലും ഒക്കെ സ്റ്റേറ്റുകളിൽ സീറ്റ് കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഗോവയിലൊക്കെ ആണെങ്കിൽ മൈനോറിറ്റിയാണ് അവിടെ, അവിടുത്തെ മെജോറിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻസും മറ്റ് കമ്മ്യൂണിറ്റിയാണ്. എന്നിട്ട് കൂടി അവിടെ BJPയാണ് ഭരിക്കുന്നത്. സോ അത് തന്നെ നടക്കാനാണ് ചാൻസ്. ഗോവയിലും എനിക്ക് തോന്നുന്നില്ല വലിയ മാറ്റം ഉണ്ടാവുമെന്ന്. സോ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഓവറാൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് പോൾ നോക്കാതെ ജസ്റ്റ് ഒരു കോമൺ സെൻസിൽ നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്തവണ BJP ഒരു കഴിഞ്ഞ വർഷത്തെക്കാളും മാർജിനിൽ മുകളിൽ കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എത്രത്തോളം കയറും എന്നുള്ളത് ഒരു പ്രഡിക്ഷനായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 400, എനിക്ക് തോന്നുന്നത് ശരിക്കും എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, നമ്മൾ ഒരു പ്രഡിക്ഷനായിട്ട് പറയുകയാണെങ്കിൽ ഒരു 390+, 410-നകത്ത്, ഈ രണ്ടിൻ്റെ ഇടയ്ക്കായിരിക്കും BJP കിട്ടാൻ ചാൻസ് ഉള്ളത്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. കോൺഗ്രസിന് മാത്രം എത്ര സീറ്റ് കിട്ടുമെന്ന് മേ ബി ഒരു 40+ ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അവരുടെ തട്ടകം എന്ന് പറഞ്ഞാൽ കേരളമാണ്. ഇപ്പം പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കർണാടകയിൽ നിന്ന് കുറച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. മധ്യപ്രദേശിൽ നിന്ന് കിട്ടത്തില്ല. രാജസ്ഥാനിൽ നിന്ന് കുറച്ച് 1-2 സീറ്റ് കിട്ടിയാൽ ഉറപ്പ് പറയുന്നില്ല. സോ ഇതൊക്കെയാണ് ശരിക്കും ഒരു അവസ്ഥ എന്നുള്ളത്. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് അതൊക്കെ അറിയാലോ, ചെറിയൊരു സ്റ്റേറ്റുകളാണ്, ഒന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കത്തില്ല. ഇപ്പോൾ UP, മഹാരാഷ്ട്ര, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഈ ഒരു സംസ്ഥാനങ്ങളാണ് ശരിക്കും ഇതിനൊക്കെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന സ്റ്റേറ്റുകളൊക്കെ എന്ന് പറയുന്നത്.
സോ ഓവറോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ സഖ്യം NDI സഖ്യം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ബാക്കി എല്ലാവരും കൂടെ ചേർത്ത് TMC എല്ലാവരും കൂടെ ഉള്ള പാർട്ടി ശരിക്കും എത്ര സീറ്റ് എടുക്കുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അതെനിക്ക് തോന്നുന്നു റീജിയണൽ പാർട്ടി എല്ലാം കൂടെ ചേർന്ന സമയത്ത് ഒരു 100+ എടുക്കാൻ ചാൻസ് ഉണ്ട്. 100+ എടുക്കുകയാണെങ്കിൽ BJPക്ക് അവിടെ വോട്ട് കുറയും. ഐ മീൻ BJPയുടെ സീറ്റുകൾ കുറയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 390 പുറത്ത് നിൽക്കാനും 400 400 കടക്കുമോ എന്നുള്ളൊരു മാജിക് നമ്പറാണത്. കടക്കുമോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമാണ്. കാരണം ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ളത് എല്ലാവർക്കും അറിയാതെ കണക്ക് തന്നെയാണ്. അപ്പം രാജീവ് ഗാന്ധിക്ക് ശേഷം പിന്നെ ആരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടുമെന്നുള്ളൊരു വലിയൊരു ചോദ്യമാണത്. നമുക്ക് കണ്ട് തന്നെ അറിയാം. എന്തായാലും മറ്റന്നാൾ അറിയാൻ പറ്റും റിസൾട്ട്. സോ ഇത് എൻ്റെ പ്രഡിക്ഷൻ മാത്രമാണ്. നമുക്ക് റിസൾട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അനലൈസ് ചെയ്യാം. പ്രത്യേകിച്ച് കേരളത്തിൽ ആറ്റിങ്ങൽ, ട്രിവാൻഡ്രം കാര്യം എന്താ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. കാരണം ഞാൻ ആറ്റിങ്ങലാണ് താമസിക്കുന്നത്. സോ നമുക്ക് നോക്കാം എല്ലാ കാര്യങ്ങളും. ഓക്കെ, താങ്ക് യു.